Hi viewers, welcome to your daily dose of cinema. This is your zone from screen to soul. സ്ക്രീനിൽ സംഭവിക്കുന്നത് റിയൽ ന്യൂസ്, റിയൽ റിയാക്ഷൻ. വാച്ച്, റിയാക്ട്, റിപ്പീറ്റ്. വിജയുടെ സിനിമാ ജീവിതത്തിലെ ഒടുവിലത്തെ ചിത്രമായ ജനനായകൻ അവസാനം സ്ക്രീനുകളിലേക്ക്. പൊങ്കലിനോടനുബന്ധിച്ച് ജനുവരി 9 സ്ക്രീനുകളിലേക്ക് എത്തേണ്ട ചിത്രം സെൻസർ ബോർഡുമായുള്ള നീണ്ട തർക്കങ്ങൾക്കൊടുവിൽ ജൂലൈ 23 വേൾഡ് വൈഡായി സ്ക്രീനുകളിലെത്തുന്നു. ചിത്രത്തിന് സെൻസർ ബോർഡ് എ സർട്ടിഫിക്കറ്റാണ് നൽകിയിരിക്കുന്നത്. ജൂലൈ 23 വേൾഡ് വൈഡ് റിലീസായി സ്ക്രീനുകളിലെത്തുന്ന ജനനായകന് 3 മണിക്കൂർ 3 മിനിറ്റാണ് ഡ്യൂറേഷൻ. തെലുങ്കിൽ ബാലയ്യ നായകനായ ഭഗവന്ത് കേസരി എന്ന ചിത്രത്തിൻ്റെ റിമേക്കാണ് ജനനായകൻ എന്ന് പറയപ്പെടുന്ന ചിത്രത്തിൽ പോലീസ് ഓഫീസറുടെ വേഷമാണ് വിജയ്ക്ക്. കുറച്ച് ഭാഗങ്ങൾ വെട്ടിമാറ്റിയതിന് ശേഷമാണ് ചിത്രം സ്ക്രീനുകളിൽ എത്തുന്നത്. എന്നാൽ UK-യിൽ മാത്രം സെൻസർ ബോർഡിന് നൽകിയ സമയത്തുള്ള കട്ട് ചെയ്യാത്ത പതിപ്പാണ് റിലീസിനൊരുങ്ങുന്നത്. UK-യിലെ വിതരണക്കാരായ അഹിംസ എൻ്റർടൈൻമെൻറ്റ് ആണ് ചിത്രം 15+ റേറ്റിംഗോടെ കട്ടൊന്നുമില്ലാതെ ജൂലൈ 24 മുതൽ UK-യിലെ സ്ക്രീനുകളിൽ ജനനായകൻ്റെ അൺകട്ട് പതിപ്പ് റിലീസിനൊരുക്കുന്നത്. ഇക്കാര്യം അവർ എക്സിലൂടെ അറിയിച്ചു. ചിത്രത്തിൻ്റെ കേരളത്തിലെ ആദ്യ ഷോ ജൂലൈ 23 രാവിലെ 6 മണി മുതൽ ആരംഭിക്കും. ചിത്രത്തിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് ജൂലൈ 18 വൈകുന്നേരം 6 മണി മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. വിജയുടെ പ്രിയപ്പെട്ട 3 സംവിധായകരായ ലോകേഷ്, അറ്റ്ലി, നെൽസൺ എന്നിവർ ജനനായകനിലെ ഒരു ഗാനരംഗത്തിൽ ഉണ്ടാകും എന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വിജയുടെ മകൻ ജേസൺ സഞ്ജയ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമായ സിഗ്മ ജൂലൈ 31 റിലീസിന് പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ പിതാവിൻ്റെ ചിത്രവുമായുള്ള ക്ലാഷ് ഒഴിവാക്കാൻ തൻ്റെ ചിത്രം ആഗസ്റ്റിലേക്ക് മാറ്റുകയായിരുന്നു. 500 കോടി മുടക്കി ബിഗ് ബജറ്റിലെത്തുന്ന ചിത്രം പ്രതിപാദിക്കുന്നത് രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചാണ്. അതിൻ്റെ സ്റ്റോറി നരേഷൻസിലും അത് പ്രേക്ഷകർക്ക് നൽകുന്ന മെസ്സേജിലും ഇലക്ഷൻ സമയത്ത് അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഒപ്പം സ്വാധീനിക്കലും ഒക്കെ ഉദ്യോഗസ്ഥർക്ക് ആശങ്ക ഉണ്ടാക്കിയതായി റിപ്പോർട്ടുകൾ ഉണ്ട്. അതുകൊണ്ട് ചിത്രത്തെ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ നിർബന്ധിതരായി. എന്നാൽ ഈ നടപടിക്രമങ്ങൾ ഒച്ചിഴയുന്ന പോലെ ആയതും ചിത്രം വൈകാനുള്ള ഒരു കാരണമായി. സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടാതിരുന്നതിലൂടെ ചിത്രം വിവാദത്തിലുമായി. റിലീസിന് നിശ്ചയിച്ച തീയതിക്ക് 1 മാസം മുന്നേ സർട്ടിഫിക്കറ്റിന് വേണ്ടി സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന് മുന്നിൽ നൽകിയിരുന്നു. സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ സിനിമയിൽ തിരുത്തലുകൾ വേണമെന്ന് ബോർഡ് പറഞ്ഞു. സിനിമയിലെ ചില സംഭാഷണങ്ങളും രംഗങ്ങളും സമൂഹത്തിൻ്റെ വികാരത്തെ വ്രണപ്പെടുത്തുന്നു എന്ന് സെൻസർ ബോർഡ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. കൂടാതെ ചിത്രത്തിന് രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടെന്നും അത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കും പാർട്ടിക്കും ഗുണം ചെയ്യുമെന്നും പരാതി ഉയർന്നു. എന്തായാലും ചിത്രം ഇറങ്ങിയില്ലെങ്കിൽ പോലും സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇലക്ഷൻ സമയത്ത് വിജയ്ക്ക് ഗുണകരമായി എന്ന് അതിശക്തമായ റൂമറുകളുമുണ്ട്. തമിഴക വെട്രി കഴകത്തെ TVK സൂചിപ്പിക്കുന്ന എല്ലാ പരാമർശങ്ങളും ചിത്രത്തിൽ നിന്നും ഒഴിവാക്കാൻ സെൻസർ ബോർഡ് നിർദ്ദേശിച്ചു. സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പേരായ ദളപതി വെട്രിക്കൊണ്ടാൻ അതിൻ്റെ ചുരുക്ക രൂപമായ TVKയും മാറ്റേണ്ടി വരും. ഇതിന് പുറമെ അംബേദ്കർ, ഓം, ന്യൂ ഇന്ത്യ എന്നിവയെ പരാമർശിക്കുന്ന സംഭാഷണങ്ങളിലും ദൃശ്യങ്ങളിലും മാറ്റം വരുത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ചില കഥാപാത്രങ്ങളുടെ പേരുകൾ, ചില രംഗങ്ങൾ, അസഭ്യ പദങ്ങൾ എന്നിവയിലും മാറ്റം വരുത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അങ്ങനെ നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് കോടതിയെ സമീപിക്കുന്നത്. മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സിനിമയ്ക്ക് അനുമതി നൽകിയെങ്കിലും ഡിവിഷൻ ബെഞ്ച് ഈ ഉത്തരവിനെ സ്റ്റേ ചെയ്യുകയായിരുന്നു. അതിനുശേഷം ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും കേസ് മദ്രാസ് കോടതിയിൽ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി തള്ളുകയായിരുന്നു. ഇതേ തുടർന്ന് മദ്രാസ് ഹൈക്കോടതിയിൽ നിയമ നടപടികൾ നീളുകയും ചിത്രത്തിൻ്റെ സർട്ടിഫിക്കേഷൻ പ്രോസസ്സ് പ്രതിസന്ധിയിലാവുകയും ചെയ്തു. കോടതിയെ സമീപിച്ചിട്ടും ആശ്വാസമൊന്നും ലഭിക്കാതെ ഒടുവിൽ 7 മാസത്തിനു ശേഷം A സർട്ടിഫിക്കറ്റുമായി ചിത്രത്തിന് റിലീസിന് അനുമതി ലഭിച്ചു. ചിത്രത്തിൻ്റെ വ്യാജ പതിപ്പ് ഓൺലൈനിൽ പ്രചരിക്കുകയും സിനിമയുടെ ദൃശ്യങ്ങൾ ചോർന്നത് എഡിറ്റിംഗ് ടേബിളിൽ നിന്നാണ് എന്നതിനെ തുടർന്ന് എഡിറ്റർ പ്രദീപ് രാഘവനെ സൗത്ത് ഇന്ത്യൻ ഫിലിം എഡിറ്റേഴ്സ് അസോസിയേഷനിൽ നിന്നും സസ്പെൻഡ് ചെയ്തു.
ചിത്രത്തിൻ്റെ ദൃശ്യങ്ങൾ അനുമതിയില്ലാതെ പകർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്തവരുടെ പേരിൽ സൈബർ ക്രൈം പോലീസ് കേസെടുത്തു. ഈ അവസരത്തിൽ ഒട്ടേറെ താരങ്ങൾ പൈറസിക്കെതിരെ കർശന നിലപാടുമായി രംഗത്തെത്തി. ഈ അവസരത്തിൽ സിനിമ ചോർന്നതിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് സെൻട്രൽ ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ് വ്യക്തമാക്കി. സിനിമകൾ സുരക്ഷിതമായ കീ ഡെലിവറി മെസ്സേജ് സംവിധാനം വഴിയാണ് കൈകാര്യം ചെയ്യുന്നത്. പാസ്വേഡ് ഇല്ലാതെ ആർക്കും കാണാനാകില്ലെന്നും സെൻട്രൽ ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ് വീണ്ടും വ്യക്തമാക്കി. തമിഴിൽ സിനിമാ പരസ്യങ്ങൾക്ക് നിർമ്മാതാക്കളുടെ സംഘടനകൾ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾക്ക് വിരുദ്ധമായി തമിഴ്നാട്ടിലെ പത്രങ്ങളിൽ ജനനായകൻ്റെ ഒരു പേജ് മുഴുവൻ പരസ്യം, ഇങ്ങനെ ഒരു പേജ് മുഴുവൻ പരസ്യം കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ മാനദണ്ഡങ്ങൾ ലംഘിച്ച് പരസ്യം നൽകുന്നവർക്ക് തമിഴ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് കൗൺസിൽ നേരത്തെ മറ്റുള്ളവർക്ക് പിഴ ചുമത്തിയിരുന്നു. ഇങ്ങനെയിരിക്കെ ജനനായകനും പിഴ ചുമത്തുമോ എന്നാണ് സോഷ്യൽ മീഡിയയിലെ വിമർശകരുടെ ചോദ്യം. തമിഴ്നാട് ഇലക്ഷനിൽ വിജയിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയതിന് ശേഷം സിനിമ റിലീസായതുകൊണ്ട് പതിവായി ഉപയോഗിക്കുന്ന ദളപതി വിജയ് എന്ന തലക്കെട്ടിനു പകരം തമിഴ്നാടിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് എന്ന പുതിയ തലക്കെട്ടോടായിരിക്കും സിനിമ ആരംഭിക്കുക. മുൻപ് വിജയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ അദ്ദേഹത്തെ മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ജനനായകൻ്റെ പുതിയ ടൈറ്റിൽ കാർഡ് റിലീസ് ചെയ്തിരുന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ഒരു നടന് ലഭിക്കുന്ന CM ടൈറ്റിൽ കാർഡ് എന്നാണ് എക്സിൽ ഷെയർ ചെയ്ത ഒരു വീഡിയോയുടെ ക്യാപ്ഷൻ. ജനനായകൻ്റെ നിർമ്മാതാവ് KVN പ്രൊഡക്ഷൻ ഉടമ വെങ്കട് K നാരായണൻ വിജയിയെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയാം. വളരെ അച്ചടക്കവും സമർപ്പണബോധവും ഉള്ളയാളാണ്. തമിഴ്നാട്ടിൽ അദ്ദേഹം വാഗ്ദാനം ചെയ്തത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നയാളാണ്. ഇവിടെ പുതിയൊരു യുഗം തുടങ്ങുകയാണ്. അദ്ദേഹം തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ജനനായകനായി മാറി. മുൻപ് 100 കോടിയിലധികം രൂപയുടെ റെക്കോർഡ് അഡ്വാൻസ് ബുക്കിംഗ് നടന്നിട്ടും ചിത്രം അന്ന് റിലീസ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. റിലീസ് നീണ്ടുപോയത് കാരണം വേൾഡ് വൈഡായിട്ട് റിപ്പോർട്ടുകൾ പ്രകാരം ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അപ്രോക്സിമേറ്റ് 100 കോടിയോളം രൂപയുടെ സാമ്പത്തിക നഷ്ടമുണ്ടായി എന്നാണ് കണക്ക്. എന്നിരുന്നാലും വിജയ് ചിത്രങ്ങൾക്ക് പൊതുവെ ആദ്യ ദിനങ്ങളിൽ തന്നെ കോടികളുടെ കളക്ഷനാണ് കിട്ടാറുള്ളത്. ലിയോ, ബീസ്റ്റ് എന്നീ ചിത്രങ്ങൾക്ക് ആദ്യ ദിനങ്ങളിൽ തന്നെ തമിഴ്നാട്ടിൽ നിന്നും 50 കോടി മുതൽ 60 കോടി വരെ വലിയ തിയേറ്റർ ഷെയറും ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ നോക്കിയാൽ തന്നെ ആഴ്ചകൾക്കുള്ളിൽ തന്നെ മുടക്കുമുതലായ 500 കോടി തിരിച്ചു പിടിക്കാനാകും. വിജയുടെ പാർട്ടിയുടെ തമിഴ്നാട്ടിലെ സുവർണ വിജയവും ഒപ്പം വിജയുടെ അവസാന ചിത്രം എന്ന രീതിയിലും ജനനായകൻ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്തെറിയുമെന്ന് പ്രതീക്ഷിക്കാം. ജൂൺ 22-ന് 52 വയസ്സിൽ എത്തി നിൽക്കുന്ന വിജയ് ഈ ചെറുപ്പകാലത്തിനുള്ളിൽ തന്നെ തമിഴിലെ എണ്ണം പറഞ്ഞ സൂപ്പർ സ്റ്റാറും ഒപ്പം ചെറിയ കാലത്തിനുള്ളിൽ തന്നെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 234 സീറ്റിൽ 108 സീറ്റും നേടി അദ്ദേഹത്തിൻ്റെ തമിഴക വെട്രികഴകം ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുകയും ഇതിൽ 2 സീറ്റുകളിൽ മത്സരിച്ച് 2ലും വിജയം നേടി പേരുപോലെ തൊട്ടതെല്ലാം വിജയമാക്കി മുന്നേറുന്നു. അടുത്ത വിജയത്തിനായി KVN പ്രൊഡക്ഷൻ നിർമ്മിക്കുന്ന ജനനായകൻ H. വിനോദാണ് സംവിധാനം ചെയ്യുന്നത്. ചിത്രത്തിൽ ബോബി ഡിയോൾ, നരേൻ, ഗൗതം വാസുദേവ മേനോൻ, മമിത ബൈജു, പ്രകാശ് രാജ്, പൂജ ഹെഗ്ഡെ, പ്രിയാമണി തുടങ്ങി വൻ താരനിരയാണ് അണിനിരക്കുന്നത്. ഇതിൽ DOP കൈകാര്യം ചെയ്യുന്നത് സത്യൻ സൂര്യനാണ്. ആക്ഷൻ കൈകാര്യം ചെയ്യുന്നത് അനിൽ അരശ്, മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് അനിരുദ്ധ് രവിചന്ദർ, കൊറിയോഗ്രാഫി ശേഖർ സുധൻ, ലിറിക്സ് അറിവ് എന്നിവരുമാണ്. വ്യൂവേഴ്സ്, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തും. പ്രോഗ്രാം ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മനസ്സ് കാണിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.